നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ലേഡീസും ജെൻസും എല്ലാവരും ഒരുപോലെ കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലമുടി, അല്ലേ, ഹെയർ. അപ്പോൾ പലർക്കും പല ചിന്തകളുണ്ടാവും. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലേ. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സീരീസ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മെയിനായിട്ട് എന്താണ് മുടി, എന്താണ് അതിനുള്ള മെയിൻ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, വരും വീഡിയോസിൽ ഇതിൻ്റെയൊക്കെ പോകുമ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു ടിപ്സും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണല്ലേ. മുടിയുടെ ശരിയായ പ്രശ്നങ്ങൾ, കൃത്യമായ കാരണങ്ങൾ അറിയാതെ നമ്മൾ ഈ പരിസരത്തിൽ കാണുന്ന പല വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് റിസൾട്ടൊന്നും കിട്ടുന്നില്ല. ശരിയായ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുമ്പോൾ മാത്രമാണ് മുടി സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് മുടി, എന്താണ് പ്രശ്നങ്ങളൊക്കെ കാണുക. മുടിയുടെ ഫംഗ്ഷൻ എന്താണ്, നമുക്കത് ശരീര ഊഷ്മാവ് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും, ഒരു പ്രൊട്ടക്ഷനാണ്. പിന്നെ നമുക്ക് മുടി ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടച്ച്, ഒരു കാറ്റ് പോകുമ്പോൾ പോലും നമുക്ക് ആ മുടി ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ മുടിയുടെ ഫംഗ്ഷൻ. അതായത് മുടി നമുക്ക് എന്തിനൊക്കെയാണ് മുടി, അതുകൊണ്ടല്ല നമ്മുടെ ചെവിയിലും മൂക്കിലൊക്കെ അതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ മുടിയുള്ളത്. അപ്പോൾ മുടിയുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. പലർക്കും പല രീതിയിലുള്ള മുടിയുണ്ട്, അല്ലേ. ചിലവർക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി, ചിലതിങ്ങനെ കുറച്ചിങ്ങനെ വേവി ആയിട്ട് വളഞ്ഞ്, ചിലവത് ചുരുണ്ടത്, ചിലവരത് ഭയങ്കര ചുരുണ്ടത്. പിന്നെ ഒരു ഹെയർ സ്റ്റാൻഡ്, ഒരു മുടിനാര് നോക്കുകയാണെങ്കിലും വ്യത്യാസമുണ്ട്. ചിലരത് മെലിഞ്ഞതായിരിക്കും, ചിലത് കുറച്ച് കട്ടി, ചിലവരത് നല്ല കട്ടി കൂടിയത്. പിന്നെ ഈ നമ്മുടെ മുടി പിടിക്കുമ്പം വ്യത്യാസം ഉണ്ടാവും. ചിലവരത് വളരെ മെലിഞ്ഞതായിരിക്കും, തിന്ന്. ചിലത് സാമാന്യം തിക്കുണ്ടാവും, ചിലരത് നല്ല ഒരു 2 കൈ കൊണ്ട് പിടിക്കേണ്ടി വരും, അത്രയും തടിയുള്ള മുടിയുള്ള ആളുകളുണ്ട്. എന്താണ് മുടിയും റിലേറ്റഡ് ആയിട്ടുള്ള സാധാരണ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ? ഒന്ന് ഡാൻഡ്രഫ്, നമുക്കറിയാം, പറ്റിപ്പിടിച്ചിരിക്കുന്ന സംഭവം. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഫംഗൽ ഇൻഫെക്ഷൻ ആവാം, നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള പുവർ ഡയറ്റും ഉണ്ടാവാം, പിന്നെ നമ്മുടെ മെറ്റബോളിസത്തിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാം. പിന്നെ ഹെയർ ലോസ്, തിന്നിങ്, മുടി കൊഴിയുക, സ്ട്രെസ്, നമ്മൾ പല മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. പിന്നെ മെനോപോസ്, ആർത്തവവിരാമം അനുഭവിക്കുന്ന ചില കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഭക്ഷണം ശരിയല്ലാത്തതുകൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവാം. പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഡ്രൈ ഹെയർ, അതായത് വരണ്ട മുടി, പിന്നെ അറ്റം വിണ്ട് പിളരുക, ഭയങ്കര എണ്ണമയുള്ള മുടി, ഫ്രിസി ഹെയർ, പിന്നെ ഡള്ള്, ഒരു ജീവനില്ലാത്ത ഒരു മുടി, പിന്നെ ഹീറ്റ് ഡാമേജ്, അതായത് നമ്മൾ ഈ ഹെയർ ഡ്രയർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. പിന്നെ കളർ ഡാമേജ്, അതായത് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് കളർ ചെയ്യും. പിന്നെ അകാല നര, മുടി നരക്കുന്നത്. പിന്നെ മുടിയിൽ ഉണ്ടാവുന്ന സോറിയാസിസ്, തലയോടിയിൽ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന സോറിയാസിസും, പിന്നെ വട്ടച്ചൊറി, റിംഗ് വേം പോലുള്ള പല ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഉറക്കം. നമ്മൾ ഉറക്കമായിട്ട് ഒരു കോംപ്രമൈസും ചെയ്യരുത് കേട്ടോ. രാത്രി ലേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ഈ മുടി കൊഴിച്ചിലിനും ഒരു കാരണമാണ്. പിന്നെ ക്ലീനിനെസ്, നന്നായി താരൻ, പേന്, അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ സമയാസമയത്ത് മാറ്റി മുടി വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ മുടി ആരോഗ്യം ഉണ്ടാവും. പിന്നെ ഹെഡ് മസാജ്, നമ്മൾ തലയിലേക്ക് നന്നായി മസാജ് ചെയ്യണം. ഓയിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ഹെർബൽ സ്പാ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നനഞ്ഞ മുടി ചീകുന്ന സ്വഭാവം ചില ആളുകൾക്കുണ്ട്, അത് ഒട്ടും നല്ലതല്ല. ഓക്കെ, പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് കാൽഷ്യം, പ്രോട്ടീന്, വൈറ്റമിൻസ്, അങ്ങനെ എല്ലാം നമുക്ക് വേണം, അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം. നമ്മൾ ഒരിക്കലും സ്പൈസി ഫുഡ് കഴിക്കരുത്, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, സ്മോക്കിങ്, ആൽക്കഹോള്, അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് മുടി ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. പിന്നെന്താ, വെള്ളം കുടിക്കാം, നന്നായി വെള്ളം കുടിക്കാം. എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആണ്. വെള്ളം നന്നായി കുടിച്ചാൽ മാത്രമേ നമുക്ക് മുടിക്കും സ്കിന്നിനും എല്ലാം നല്ലതാണ്. പിന്നെ നമ്മൾ ഒരിക്കലും സ്ട്രെസ്ഫുൾ ആവരുത്. എല്ലാവർക്കും ടെൻഷനും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള മെഡിറ്റേഷൻ, യോഗ, പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ എക്സസൈസ് ചെയ്യുക, സ്വിമ്മിങ്, വാക്കിംഗ്, എപ്പോഴും നമ്മൾ ഫിറ്റ് ആയിരിക്കണം. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ കെമിക്കൽസ് അതുപോലുള്ള സംഭവങ്ങളൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ കുറച്ച് ഉപയോഗിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മുടി ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളെ അലട്ടുന്ന ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കണ്ടു, അല്ലേ. മെയിനായിട്ട് എന്താണ് നമ്മൾ മുടിയുടെ ആരോഗ്യത്തിന് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വരും വീഡിയോസിൽ ഓരോ പ്രശ്നങ്ങളും, തലമുടി നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. എല്ലാവരും വീഡിയോസ് കാണുക. പിന്നെ
സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആളാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടും വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.